മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം ചതുർത്ഥോധ്യായം നാലാമത്തെ അധ്യായം. ശ്രീശുവാച കാലസ്ഥേ പരമാണ്വാതിർ ദ്വിപരാർദ്ധാവധിർനൃപാം കഥിതോ യുഗമാനം ച ശൃണുകൽപ്പലയാവപി. ശ്രീ ശുഭബ്രഹ്മർഷി പറയുകയാണ് വീണ്ടും ആ യുഗങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞ അധ്യായത്തിൽ. ഇനി ആ കാലത്തിൻ്റെ കഥ പണ്ടും ഇത് പറഞ്ഞിട്ട് എങ്ങനെയാണ് അങ്ങേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ കാലത്തിൻ്റെ ഗതി ഏതുമാതിരി തൊട്ട് ആ പരമാണ്വാദി ചെറിയൊരു പരമാണു ആദ്യമായിട്ട് അത്ര ചെറിയ കാലത്തിൻ്റെ ചെറിയൊരു അളവ് തൊട്ട് ദ്വിപരാർദ്ധാവധി എന്ന് പറഞ്ഞാൽ പരാ എന്ന് പറഞ്ഞാലാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വർഷം, അതിൻ്റെ പരാർദ്ധം 50 വർഷം. ദ്വിപരാർദ്ധ എന്ന് പറഞ്ഞാൽ വീണ്ടും പരാ, അതായത് ബ്രഹ്മാവിൻ്റെ ആയുസ് വരെയുള്ള കാലത്തിൻ്റെ ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തന്നാണ് തൃതീയ സ്കന്ധത്തിൽ വിതുരമൈത്രേയ സംവാദത്ത് കൂടി അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അതൊന്നുകൂടി ചെറുതായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി ഈ പ്രളയം, അതായത് സൃഷ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ആ പ്രളയത്തിനെ കൂടി ഒന്ന് ചെറുതായിട്ട് പറയുകയാണ് ഈ അധ്യായത്തിൽ. ചതുർയുഗ സഹസ്രം ച ബ്രഹ്മണോദിനമുച്യതേ സകൽപ്പോയത്ര മനവ ചതുർദശ വിശാംബരേ. ചതുർയുഗ സഹസ്രം ച 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. അതിന് കൽപ്പം കൽപ്പോ അതിനാണ് കൽപ്പം എന്ന് പറയുക. എത്ര മനവ ചതുർദശ രാജൻ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു പകലിൽ 14 മന്വന്തര മനുക്കളാണ് ഭരിക്കുക എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഓരോ മനുവിൻ്റെയും കാലം ഏകദേശം 71 ചതുർയുഗങ്ങളാണ് എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. തദന്തേ പ്രളയസ്ഥാവൻ ഭ്രാമീ രാത്രിരുദാഹൃത ത്രയോ ലോകായിമേ തത്ര കൽപ്പന്തേ പ്രളയായഹി. ഇങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉറങ്ങാൻ പോകും. ആ ബ്രഹ്മാവിൻ്റെ രാത്രി, ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയത്തിനാണ് പ്രളയം എന്ന് പറയുക. ആ ഒരു പ്രളയം അത് ഇതിൽ പ്രളയങ്ങൾ 3-4 തരേണ്ടതിൽ ആദ്യത്തെ ഈ പ്രളയത്തിന് നൈമിത്തിക പ്രളയം എന്നാണ് പറയുക. ബ്രഹ്മാവ് ഒരു ഉറങ്ങാൻ പോകാണ്ട് നിദ്രയാവുന്ന ആ സമയത്തിന് അതുകൊണ്ട് ആ നിമിത്തം കാരണം ഉണ്ടാകുന്ന പ്രളയത്തിന് നൈമിത്തിക പ്രളയം എന്ന് പറയും. എന്ത് ചെയ്യും, എല്ലാ പ്രപഞ്ചങ്ങളും അങ്ങനെ ആ ബ്രഹ്മാവിൽ ചെന്ന് അങ്ങോട്ട് ലയിക്കുക ആ സമയത്ത്. അതിനും ആ ബ്രഹ്മാവിൻ്റെ രാത്രി എത്രയാണ്, ഇതേ സമയം ആ മാതിരി തന്നെ 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ രാത്രിയും. ഏഷ നൈമിത്തിക പ്രോക്ത പ്രളയോ യത്ര വിശ്വസൃക് ശരീരേനന്ദാസനോ വിശ്വം ആത്മസാൽകൃത്യാത്മഭൂ. ഈ സമയത്ത് ആ ബ്രഹ്മാവ് ഭഗവാനിലേക്ക് ചെന്ന് ചേരേ. ആ ബ്രഹ്മാവും ഭഗവാനും അപ്പോൾ ഒന്നെ എഴുതിയിരുന്നത് എങ്ങനെയാണ്, അനന്തശയനത്തിൽ ഭഗവാൻ അങ്ങനെ യോഗ നിദ്രയിൽ അങ്ങനെ ഇതിൽ അനന്ത പള്ളി കൊണ്ട് അങ്ങനെ യോഗനിദ്രയിൽ അങ്ങനെ വിരാജിക്കും. ആ സമയത്തിനാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുക. ദ്വിപരാർദ്ധേ ത്വതിക്രാന്തേ ബ്രഹ്മണ പരമേഷ്ഠിന തഥാ പ്രകൃതയ സപ്ത കൽപ്പന്തേ പ്രളയായ വൈ. ഇനി പ്രാകൃതിക പ്രളയം എന്നുള്ള എന്താണെന്ന് നാം പറയണേ. ദ്വിപരാർദ്ധേ ത്വതിക്രാന്തേ, ബ്രഹ്മാവിൻ്റെ ആ ആയുസ് കഴിയണ സമയത്ത് എന്തുണ്ടാവും, തഥാ പ്രകൃതയ സപ്ത കൽപ്പന്തേ പ്രളയായ വൈ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ 7 പ്രകൃതികളും, അതായത് മഹത്വത്വം, അഹങ്കാരം, അതുമാതിരി മറ്റുള്ള പഞ്ചതന്മാത്രങ്ങളെല്ലാം 7 ഇതില്ലേ, ശബ്ദം സ്പർശ രൂപ രസ ഗന്ധങ്ങളെന്ന തത്വങ്ങൾ കൂടിയിട്ടുള്ള ഈ 7 ലയിക്കും എന്ന് പറയണം. അതിൻ്റെ കാരണത്തിൽ ലയിക്കും. അതിനാണ് പ്രാകൃതിക പ്രളയം എന്ന് പറയാം. ഏഷ പ്രാകൃതികോ രാജൻ പ്രളയേയത്ര ലീയത്. പ്രളയോ തന്നെയാണ്. പ്രളയോ യത്ര ലീയതേ ആണ്ഡകോശസ്തു സംഘാതോ വിഘാത ഉപസാദിതേ. ഇങ്ങനെ ഈ പ്രകൃതി ബ്രഹ്മാണ്ഡമായിട്ടുണ്ടായല്ലോ, ഈ തത്വങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ആ ബ്രഹ്മാണ്ഡം തന്നെ ഏതൊരു കാലത്തിലേക്ക് ലയിക്കും. അതിനാണ് പ്രാകൃതിക പ്രളയം എന്ന് പറയുക. അതിന് ആ പ്രാകൃതിക പ്രളയം എങ്ങനെ ഉണ്ടാവാന്ന് ഇങ്ങനെ വിസ്തരിച്ച് പറയാൻ ആ സമയത്ത് പ്രളയകാലത്ത് പർജന്യ ശതവർഷാണി ഭൂമോ രാജന്നവർഷതി തഥാ നിരന്നേഹ്യന്യോന്യം ഭക്ഷമാണാക്ഷുതാർദ്ധിതാ.
ആ മഴ ഉണ്ടല്ലോ, ഒരു 100 വർഷം മഴ പെയ്യയില്ല എന്നാണ് പറയുന്നത് ഭൂമിയിൽ. ആ മഴ ഇല്ലാണ്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഔഷധികളൊന്നും ഉണ്ടാവില്ല. ജനങ്ങളെല്ലാവരും ഭക്ഷണം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷിച്ചു തുടങ്ങുമെന്ന് പറയുകയാണ്. ബലവന്മാർ ദുർബലന്മാരെ കൊന്നിങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവരും ക്ഷുധാർദ്ധ വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് അവരെല്ലാവരും സ്വയം അങ്ങനെ അന്യോന്യം ഭക്ഷിക്കാൻ തുടങ്ങും. ക്ഷയം യാസ്യന്തി ജനകൈ കാലേന ഉപദ്രുതാ പ്രജ സാമുദ്രം ദൈഹികം ഭൗമം രസം സംവർത്തകോ രവി രശ്മിഭി പിബതേ ഘോരൈ സർവം നൈവ വിമുഞ്ചലി. ഇങ്ങനെ ഇതൊക്കെ കാലത്തിന്റെ ശക്തികളുടെ അദ്ദേഹത്തിനെല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാന്റെ കാലരൂപമാണ്. ആ കാലശക്തി കൊണ്ട് എന്നിട്ടാവും പ്രജകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്ഷയിച്ചു കഴിഞ്ഞാലോ പിന്നെ സൂര്യൻ ഇങ്ങനെ തൻ്റെ ഉഗ്രകിരണങ്ങളെ കൊണ്ട് അങ്ങനെ ഭൂമിയിലും സമുദ്രത്തിലൊക്കെ അങ്ങനെ കടന്നുകൊണ്ട് എല്ലാ രസത്തെയും അങ്ങനെ തപിപ്പിക്കും. ഭൂമിയൊക്കെ തന്നെ ചുട്ടുപഴുത്തതാവും. അതുമാതിരി രസത്തിലെ ജലാംശത്തിനെ മുഴുവൻ അങ്ങോട്ട് ഗ്രസിച്ചെടുക്കുന്ന പറയുന്നത് ഭൂമിക്കും ഒന്നും കിട്ടാണ്ട് എല്ലാം അങ്ങോട്ട് വെന്ത് വെണ്ണീറായിട്ട് ജലത്തിലെ ആ ജലാംശം കൂടി ഇല്ലാണ്ടാവും. തഥ സംവർത്തകോ വന്നി സംഘർഷണമുഖോദ്ധിത ദഹത്യനിലവേഗോത്ഥ ശൂന്യാൻ ഭൂവിവരാനഥാ. മോളിന്ന് ആ സൂര്യൻ്റെ ആ കിരണങ്ങൾ അതുമാതിരിയോ ഭൂമിയെ ധരിച്ചുകൊണ്ടിരിക്കേണ്ട താഴത്ത് സംഘർഷണൻ അദ്ദേഹത്തിൻ്റെ ആ മുഖത്തുനിന്ന് വരുന്ന അഗ്നി ഉണ്ടല്ലോ, അത് താഴ്ന്ന പാതാളലോകങ്ങളെ മുഴുവൻ അങ്ങോട്ട് ദഹിപ്പിക്കും. ഉപര്യഥസമന്താച്ച ശിഖാവിർവന്യസൂര്യയോ ദഹ്യമാനം വിഭാത്യണ്ടം ദഗ്ധഗോമയ പിണ്ടവൽ. ഇങ്ങനെ മുകളിൽ സൂര്യരശ്മികളും അതുമാതിരി താഴത്തുനിന്ന് സംഘർഷണമുഖത്ത് വന്ന അഗ്നിജ്വാലകൾ കൂടിയിട്ട് അതാണ് എങ്ങനെയാണ് വന്യസൂര്യയോ ഇത് രണ്ടും കൂടി അങ്ങോട്ട് ദഹിപ്പിച്ചിട്ട് എന്ത് ദഗ്ധഗോമയ പിണ്ടവൽ. ഒരു ഇല്ലേ ചാണകക്കട്ടമാരി അങ്ങോട്ട് ഭൂമി അങ്ങോട്ട് ഉരുകി അതിൽ കത്തി 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 ചാമ്പലായിട്ട് അങ്ങോട്ട് തീരുന്ന് പറയുകയാണ്. തഥ പ്രചണ്ഡപവനോ വർഷാണാമധികം ശതം പര സംവർത്തകോവാദി ധൂമ്രം ഖം രജസാവൃതം. അതിനുശേഷം ഉണ്ടല്ലോ അതിഭയങ്കരമായിട്ടുള്ള കാറ്റ്. അപ്പം ജലം ഇല്ലാണ്ട് ഭൂമി ഇല്ലാണ്ട് ഇനി നല്ല കാറ്റങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. എന്തുണ്ടാവും? ആകെ പൊടി മാത്രമായി തീർന്നിട്ട് ആകാശം അങ്ങനെ ധൂമ്രവർണ്ണത്തിലായി തീരുന്നു പറയാണ്. തതോ മേഘകുലന്യംഗ ചിത്രവർണ്ണന്യനേകശ ശതം വർഷാണി വർഷന്തി നദന്തി രഭസസ്വനൈ. അങ്ങനെ ആ സമയത്തുള്ള ഈ പൊടി അങ്ങനെ കൂടി കലർന്നിട്ട് അതെന്താവും? അതൊക്കെ കൂടിയിട്ട് മേഘങ്ങളായി തീരും. ഈ മേഘങ്ങൾ അങ്ങോട്ട് വർഷിക്കാൻ തുടങ്ങും. 100 സംവത്സരം പിന്നെ മഴ തന്നെയാണെന്ന് പറയാണ്. രഭസസ്വന് അതിഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോടു കൂടിയിട്ടുള്ള മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങും. ഏകോദകം വിശ്വം ബ്രഹ്മാണ്ഡ വിവരാന്തരം തഥാ ഭൂമിർഗന്ധഗുണം ഗ്രസന്ധ്യാപ ഉദപ്ലവേ. ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ ജലത്തിൽ അങ്ങോട്ട് നശിച്ചില്ലാണ്ടായിട്ട് ഇതിൻ്റെ ഗന്ധമാണ് ഭൂമിയുടെ ഗന്ധവും ഭൂമിയും എല്ലാം കൂടിയിട്ട് ആ ഗ്രസന്ധ്യാപ ഉദപ്ലവേ. ആ കാരണസമുദ്രത്തിൽ അതിൽ പ്രളയസമുദ്രത്തിൽ ആ പ്രളയജലത്തിൽ അതെല്ലാം അങ്ങോട്ട് ചെന്ന് ചേരും. ഗ്രസ്തഗന്ധാതു പൃഥിവീ പ്രളയത്വായ കൽപ്പതേ അവാം രസമതോ രസമതോ തേജസ്ഥാലീയന്തേത നീരതാ. ഇങ്ങനെ ഈ ഭൂമിയുടെ ഇതായുള്ള ഗന്ധവും ഭൂമിയും കൂടിയിട്ട് ജലത്തിൽ ചേരും. എന്നിട്ടോ ജലത്തിനെ എന്ത് ചെയ്യും? അവാം രസം ജലരസത്തെ തേജഗ്രസതി. തേജസ് അഗ്നി ഉണ്ടല്ലോ, ഈ ജലത്തിലെ തേജസ്സിനെ മുഴുവൻ രസത്തിനെ മുഴുവൻ അഗ്നി സ്വീകരിക്കും. എന്നിട്ടോ രസഹീനായിട്ടുള്ള ജലം ഉണ്ടല്ലോ അതും അഗ്നിയിൽ അങ്ങോട്ട് ചെന്ന് ചേരും. ഗ്രസതേ തേജസോ രൂപം വായു തദ്രഹിതം തഥാ ലീയതേ ചാനിലേ തേജോ വായോഖം ഗ്രസതേ ഗുണം. ഈ തേജസ്സിൻ്റെ രൂപം ആണല്ലോ അഗ്നി. അതിനെ എന്ത് ചെയ്യണു? പിന്നെ കാറ്റ് ഗ്രസിക്കും. വായുഗ്രസതേ തദ്രഹിതം തേജ. എന്താ തേജസ്സും ഇല്ലാണ്ടായി കഴിഞ്ഞു വെച്ചാൽ എന്താണോ അതങ്ങനെ വായുവിൽ അങ്ങോട്ട് ലയിക്കും. എന്നിട്ടോ ലയിച്ചു കഴിഞ്ഞാൽ വായോ ഗുണം എന്താണ്? സ്പരിശാണ് വായുവിൻ്റെ ഗുണം. ഖം ഗ്രസതേ അതിനെ ആകാശം ഗ്രസിക്കും. സവൈ വിശതി ഖം രാജം തതശ്ച നഭസോ ഗുണം ശബ്ദം ഗ്രസതി ഭൂതാതിർ നഭ തമനുലീയതേ തൈജസേന്ദ്രിയണ്യംഗ ദേവൻ വൈകാരികോ ഗുണൈ. ഇങ്ങനെ രാജൻ എന്തുണ്ടാവും? ഈ ആകാശത്തിൻ്റെ ഇതിൽ ചെന്ന് എന്താണ് വായുവിൻ്റെതായുള്ള സ്പരിശം ആകാശത്തിൽ ലയിക്കും. ആകാശം എന്ത് ചെയ്യും? തഥ നഭസ ഗുണം ശബ്ദം.
ആകാശം എന്ത് ചെയ്യും? ആ ശബ്ദത്തിൽ ആകാശത്തിൻ്റെ ഗുണമായില്ല ശബ്ദത്തിനോട് കൂടി ചേർന്നിട്ട് താമസാഹങ്കാരത്തിലാണ് ചെന്ന് ലയിക്കും. എന്നുണ്ടോ താമസാഹങ്കാരത്തെ മനു അനുജ നഭലീയത ആകാശം ലയിക്കും താമസാഹങ്കാരത്തിൽ. പിന്നെയോ രാജസാഹങ്കാരത്തിൽ ഗുണൈസഹ ഇന്ദ്രിയാണി ഗ്രസതേ. ഈ രാജസാഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളൊക്കെ രാജസാഹങ്കാരത്തിലേക്കും അതുമാതിരി സാത്വിക അഹങ്കാരത്തിൽ ഇന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ദേവന്മാരും അതുമാതിരി മനസ്സും അതെല്ലാം വൈകാരികം അല്ലെങ്കിൽ സാത്വിക അഹങ്കാരത്തിൽ ചെന്ന് ചേരും. മഹാൻ ഗ്രഹസ്ത്യഹങ്കാരം ഗുണാസത്വാദയശ്ചതം ഗ്രസതേ വ്യാകൃതം രാജൻ ഗുണൻ കാലേന ചോദിതം. ഇങ്ങനെ ഈ 3 തരത്തിലുള്ള അഹങ്കാരങ്ങളെയും മഹത്വത്വം ഗ്രസിക്കും. ഈ മഹത്വത്വം എവിടെ നിന്നാണ് ഉണ്ടായത്? 3 ഗുണങ്ങൾ സത്വം രജസ് തമസ് ഈ 3 ഗുണങ്ങൾ അത് ചേർന്നിരിക്കുന്ന സമയത്ത് അതിനെ മഹത്വത്വം എന്ന് പറയുക. അപ്പോൾ ഈ മഹത്വത്വം എന്നുള്ളത് ഗുണങ്ങളിൽ ചെന്ന് ചേരും. ഗുണങ്ങളോ ആ കാലത്താൽ പേരിക്കപ്പെട്ടുള്ള അവ്യാകൃതം പ്രധാനം പ്രകൃതി എന്നൊക്കെ പറഞ്ഞതിൽ ചെന്ന് ലയിക്കും. നതസ്യ കാലാവയവൈർ പരിണാമാദയോ ഗുണ അനദ്യനന്തമവ്യക്തം നിത്യം കാരണമവ്യയം. ഇങ്ങനെ ഈ പ്രധാനത്തിന് ആ യഥാർത്ഥത്തിൽ പിന്നെ അതില്ലേ കാലങ്ങളായിട്ടുള്ള അവയവങ്ങൾ നിമിത്തം യാതൊരു പരിണാമവും ഇല്ല. ജനനം മരണം എങ്ങനെ ഇന്ദ്രിയ പ്രത്യക്ഷ മുതലായ വികാരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഏകരൂപത്തിൽ നാശരഹിതമായിട്ടിരിക്കുന്നു ഈ മൂലപ്രകൃതി എന്നുള്ളത്. അതിന്ന് വന്ന് ഇത് വികാരം പ്രാപിക്കുമ്പോൾ മാത്രമേ ഈ നാശവും അതുമതുക്കൾ മൂലപ്രകൃതി ഇതൊന്നും ഭാവമില്ല എന്ന് പറയുകയാണ്. അതെങ്ങനെ ചെല്ലും? അത് ആണ് മൂലപ്രകൃതി പ്രധാന യഥാർത്ഥത്തിൽ എന്താണ്? അതാണ് ആ പരബ്രഹ്മം എന്ന് പറയുന്നത്. ന സ്വപ്നജാഗ്രൽ ന ചൽ ന എത്ര വാചോ ന മനോ ന സത്വം തമോ രജോ വാ മഹദാദയോമി ന പ്രാണബുദ്ധിന്ദ്രിയ ദേവതാവാ ന സന്നിവേശ കലു ലോകകൽപ്പ. ആ മഹത്തായിട്ടുള്ള ആ പരബ്രഹ്മഭാവത്തിൽ എത്തുമ്പോൾ അവിടെ എങ്ങനെയാണ്? അവിടെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും അവിടെ എത്താൻ കഴിയില്ല എന്ന് പറയുകയാണ്. പിന്നെയോ ഈ 3 ഗുണങ്ങൾ സത്വം തമസ് രജസ് അതൊന്നും അവിടെ ബാധിക്കുന്നില്ല. ഈ അമീ മഹദാദി അവിടെ ഈ മഹത്തത്വങ്ങളോ പ്രാണങ്ങളെ ബുദ്ധി ഇന്ദ്രിയ ദേവതകളെ ഇതൊന്നും അവിടെ ഇല്ല എന്ന് പറയുകയാണ്. ആ ലോകത്തിനുള്ളതുപോലെ രചന അതില്ലേ ആ ഇതൊന്നും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുന്ന തത്വമാണ് ആ അതിൽ എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അവിടെ ന സ്വപ്നജാഗ്ര ന തൽ സുഷുപ്തം ന ഖം ജലം ഭൂരനിലോ അഗ്നിരർക്ക സുഷുപ്തവൽ ശൂന്യവത അപ്രതർക്യം. രണ്ടും ആവാം. തന്മൂലഭൂതം പദമാമനന്തി. ആ മൂലമായിട്ടുള്ള ആ ഭാവം ഉണ്ടല്ലോ അതിൽ ആ സ്വപ്നം ഇല്ല എന്നുള്ള ഭാവമില്ല, ഉണർന്നിരിക്കണ ഭാവമില്ല, അതുമാതിരി ഉറങ്ങുക എന്നുള്ള ഭാവം. ഈ 3 അവസ്ഥകളിലും അതീതമായിട്ടുള്ളതാണ് എനിക്ക് പറയുന്നത്. പിന്നെയോ ഖം ജലം അത് ആകാശം ഭൂമി പഞ്ചഭൂതങ്ങള് സൂര്യൻ ചന്ദ്രൻ ഇതൊന്നും അവിടെ ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയും അതിനാണ് ആ മൂലഭൂതം എന്ന് പറയണത്. ലയ പ്രാകൃതിയോഹേഷ പുരുഷം വ്യക്തയോർയഥാ ശക്രയ സംബളീയന്തേ വിവശാ കാലവിദ്രുത. ഇതിനെയാണ് ഇങ്ങനെ ഈ അവസാനം ഇതെല്ലാം ചെന്ന് ബ്രഹ്മാവിൻ്റെ ആ ആയുസ് കഴിയുന്ന സമയം ഇതെല്ലാം ചെന്ന് ആ മൂലപ്രകൃതിയിൽ ചെന്ന് ചേർന്നിട്ട് അതായില്ലേ പരമതത്വത്തിൽ അങ്ങനെ ലയിക്കും. അതിനാണ് പ്രാകൃതിക പ്രളയം. ലയ പ്രാകൃതിയോ ഹ്യേഷ പുരുഷം വ്യക്തയോ യഥാ ശക്തയ സംബലീയന്തേ വിവശാ കാലവിദ്രുതാന്ന്. അതാണ് പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നത്. ഇനിയോ ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ബാധിതദാശ്രയം ദൃശ്യത്വാം വ്യതിരേകാഭ്യം ആദ്യന്തവത വസ്തുയൽ. ഇപ്പം 2 പറഞ്ഞു, നൈമിത്തിക പ്രളയവും പ്രാകൃതിക പ്രളയവും. ഇത് രണ്ടും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രാകൃതിക പ്രളയം കഴിഞ്ഞാൽ വീണ്ടും പുതിയൊരു സൃഷ്ടി തണക്കാൻ അവസ്ഥ ഉണ്ട്. അതാണ്ടാണ് പ്രാകൃതിക പ്രളയം എന്ന് പറഞ്ഞാൽ വീണ്ടും സൃഷ്ടി വരും, വീണ്ടും നൈമിത്തിക പ്രളയം ഉണ്ടാവും, വീണ്ടും പ്രാകൃതിക പ്രളയം. ഇനി വേറൊന്നുണ്ട് ആത്യന്തിക പ്രളയം എന്ന് പറഞ്ഞാൽ, അതായത് യഥാർത്ഥത്തിലുള്ള പരമാത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതെല്ലാം അവാസ്തവങ്ങളാണ്, ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്നുള്ളതില്ലേ. അതാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. ആത്യന്തിക പ്രളയത്തിനെയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ കൂടി പറയാൻ പോണത്. അതായത് എന്താണ് ഈ ആത്യന്തിക പ്രളയം എന്ന് പറഞ്ഞാൽ ആ ബുദ്ധി ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ഭാവങ്ങളായിട്ടുള്ള തന്മാത്രകൾ ഇങ്ങനെയുള്ള ഭാവങ്ങളുണ്ടല്ലോ, ഇതിനെല്ലാം തത് ആശ്രയം ജ്ഞാനം ബാധി. ഇതിനെല്ലാം പരമം ആശ്രയമായിട്ട് എന്താ വിളങ്ങണത്? അറിവ് എന്നാണ് പറഞ്ഞത്. ദൃശ്യത്വം വിതിരേകാഭ്യം. അത് ഈ ദൃശ്യത്വം ഹേതുവായിട്ടും അപൃഥക് ഭാവം ഹേതുവായിട്ടും ആദിയിലും അവസാനത്തിലും ഏതൊന്നുണ്ടോ അതാണ് വാസ്തവം. അത് എന്നാലോ
അത് മാത്രമേ വാസ്തവമുള്ളൂ. ആദ്യവും അവസാനമുള്ളതൊക്കെ യഥാർത്ഥത്തിൽ അവസ്തുക്കളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ വസ്തു ഏതാണെന്നുള്ള അറിവ്, ജ്ഞാനം ആണെന്നുള്ളതാണ്. അതാണ് ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലാണ് ഈ പ്രാകൃതിക പ്രളയം. ഞാൻ അതിനെ വീണ്ടും വിസ്തരിക്കും. ദീപ ചക്ഷുശ്ച രൂപം ച ജ്യോതിഷോ ന പൃഥക് ഭവേൽ ഏവം ധീഖാനി മാത്രാശ്ച നശ്യുരന്യതമാതൃതാൽ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വിളക്ക് തേജസ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്. എന്താണ് തേജസ് എന്നുള്ളത്? ആ തേജസ്സിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പല ഉപാധികൾ വേണം. എന്താണ് ആദ്യത്തിൽ ആ അഗ്നി ഒരു ഉപാധി വെച്ച് ദീപമായിട്ട് വിളക്കായിട്ട് വരണം. എന്നിട്ടോ ആ വിളക്കിനെ കാണാൻ വേണ്ടി ചക്ഷു, അതിനൊരു രൂപം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ആരാ രൂപം തീരുമാനിക്കുക? നമ്മുടെ ചക്ഷു എന്നുള്ള കണ്ണ് എന്നുള്ള ഇന്ദ്രിയാണ് അത് തീരുമാനിക്കുക. ആ ഇന്ദ്രിയത്തിന് അതിന് രൂപം കാണുന്നതാണ് അതിൻ്റെ പിന്നിലുള്ള മനസ്സ്. ഇങ്ങനെയുള്ള ഈ ഉപാധികളിലൊക്കെ കൂടിയിട്ട് യഥാർത്ഥത്തിൽ കാണുന്ന എന്താണ്? ആ ജ്യോതിസ്. അതുമാതിരി ഏവം ധീ ഖാനി മാത്രാശ്ച നശ്വരന്യതമാതൃതൽ. ഇതേമാതിരി ഈ യഥാർത്ഥത്തിലുള്ള തത്വത്തിന് നിന്നുകൊണ്ട് ബുദ്ധി, അതുമാതിരി ആ ഇന്ദ്രിയങ്ങൾ, അതുമാതിരി ഈ വിഷയങ്ങൾ, ഈ മൂന്നും പ്രവർത്തിക്കുന്ന ഏതുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള ആ തത്വത്തിലെ ഇതിന് കാരണമാണ്. ബുദ്ധേ ജാഗരണം സ്വപ്ന സുഷുപ്തിരിതി ചോച്യതേ മായാമാത്രമിതം രാജൻ നാനാത്വം പ്രത്യേകാത്മനി. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഇതിലെ 3 അവസ്ഥകളുണ്ടല്ലോ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകൾ. അതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഹങ്കാരത്തിന് 3 ഭാവങ്ങളാണ്. ആ ജാഗ്രത് ഭാവത്തിൽ വിശ്വൻ അല്ലെങ്കിൽ സാത്വിക അഹങ്കാരമാണ്. തൈജസൻ എന്നുള്ള രജോഗുണ അഹങ്കാരമാണ് സ്വപ്നഭാവത്തിലുള്ളത്. അതുമാതിരി പ്രാജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസ അഹങ്കാരമാണ് ഉറക്കത്തിലുള്ള. ഈ യഥാർത്ഥത്തിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവണേ? യഥാർത്ഥത്തിലുള്ള ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന അവിദ്യ കൊണ്ട് ഉണ്ടാക്കിയുള്ളതാണ് എന്ന് ബോധ്യം വന്നതിലെ നാനാത്വം പ്രത്യേകാത്മനി. യഥാർത്ഥത്തിൽ പ്രത്യേകാത്മാവായിട്ടുള്ള സത്യസ്വരൂപൻ ഒരിക്കലും നാശമില്ല. അതിൽ പലതായിട്ട് തോന്നുന്നതാണ് ഈ ഭാവങ്ങളെ കൊണ്ട് എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ച് ആ പരമാർത്ഥ തത്വത്തിൽ എത്തിച്ചേരുക, അതാണ് ജ്ഞാനം. യഥാ ജലധരാം വ്യോംനി ഭവന്തി ന ഭവന്തി ച ബ്രഹ്മണീതം തഥാ വിശ്വം അവയവ്യുദയാപ്യയൽ. ഇതേമാതിരി തന്നെയാണ് പല ഉദാഹരണങ്ങൾ പറയുകയാണ്. ഏതുമാതിരി ആകാശത്തിലെ മേഘങ്ങൾ അങ്ങനെ ഉണ്ടായി വരും. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞാൽ ആ മേഘങ്ങളൊക്കെ ഇല്ലാണ്ടായി തരുന്നാലോ ആകാശം അവിടെ തന്നെ ഉണ്ട്. അതുമാതിരി ബ്രഹ്മണീതം തഥാ വിശ്വം അവയവ്യുദയാപ്യയൽ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ടാവണോ, നിലനിൽക്കണോ, നശിക്കണോ, പ്രപഞ്ചം നശിക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഏതിലുണ്ടാകുന്നത്? ബ്രഹ്മണി കൽപ്പിതം, ബ്രഹ്മത്തിലാണ് കൽപ്പിക്കപ്പെടുന്നത്. ആ ബ്രഹ്മം എന്താണ്? ജ്ഞാനം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ പരമാത്മ ജ്ഞാനത്തിനെ ഉറപ്പിക്കുകയാണ്. സത്യം ഹ്യവയവ പ്രോക്ത സർവാവയവിനാമിഹ വിനാർത്ഥേന പ്രതീയേരൻ പടസ്യേവ അംഗതന്തവാ. യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? അവസാനം ആലോചിച്ച് നോക്കിയാൽ ഇതില്ലേ വസ്ത്രങ്ങൾ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതായിട്ട് എന്താണ്? നൂല് കൊണ്ടാണ് വസ്ത്രം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലെ വർഷങ്ങളിലും യഥാർത്ഥത്തിൽ എപ്പോഴും നിലനിൽക്കുന്നത് എന്താണ്? നൂലാണ് നിൽക്കുന്നത്. അതുമാതിരി ഈ പ്രപഞ്ച ബ്രഹ്മം എന്നുള്ള വസ്തു പിന്നിലില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചുറപ്പിക്കുക. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. യൽ സാമാന്യ വിശേഷാഭ്യം ഉപലഭ്യേത സഭ്രമ അന്യോന്യാവാശ്രയൽ സർവം ആദ്യന്തവതസ്തുയൽ. ആദ്യന്തവതവസ്തുയൽ. അതായത് യൽ സാമാന്യ വിശേഷാഭ്യം ഉപലഭ്യേത ഭ്രമ. അതായത് എന്താണ് ഈ സാമാന്യം വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യമായിട്ടുള്ള വസ്തു. ഇപ്പം മണ്ണിൽ നിന്നാണ് ഈ പാത്രങ്ങൾ പല രീതിയിലുള്ള വിശേഷങ്ങളായിട്ടുള്ള കുടം, അതുമാതിരി വേറെ ഇതിലിപ്പോൾ മണ്ണോട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ വിശേഷങ്ങളാണ്. യഥാർത്ഥത്തിൽ മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മണ്ണും കൂടി കൂടുന്ന സമയത്ത് രണ്ടും കൂടി കൂടി ചേർന്നുകൊണ്ട് നമ്മൾ കാണുകയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഭ്രമമാണ് യഥാർത്ഥം. അതുമാതിരി ആഭരണങ്ങൾ സാമാന്യമായിട്ടുള്ളത് സ്വർണ്ണമാണ്. അതിന് പല രൂപങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതെല്ലാം അതിൻ്റെ വിശേഷ ഭാവങ്ങളാണ്. ഇത് ഈ സ്വർണ്ണത്തിനെ ആഭരണങ്ങളോട് കൂടി ചേർന്നുകൊണ്ടിരിക്കുന്ന ഭാവം അതാണ് അവസ്തു. അത് ഭ്രമമാണ്. അത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അവസ്തു ഇല്ല. യഥാർത്ഥത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആ സ്വർണ്ണം മാത്രമേ ഉള്ളൂ, മറ്റതൊന്നും ഇല്ല എന്നുള്ള ഭാവം. അതാണ്
ജ്ഞാനം ആ വികാര ഖ്യായമാനോവി പ്രത്യേകാത്മാനമന്തരാ നിരൂപ്യോസ്ത്യനുരവി ആത്മവൽ. എന്നാ ചിന്തിക്കാം, ഇതൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ ഓരോ തത്വങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ, യഥാർത്ഥത്തിലുള്ളൂ, അതാണ് സത്യമായിട്ടുള്ളത്. എന്നാൽ പിന്നെ ഈ കാണുന്ന ജീവന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ലേ? കാണുന്നുണ്ട്. എന്താ കാണുന്നത്? ഈ ജീവൻ കാണുന്നത് എന്താണ്? ആ ആത്മാവിൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചിൽ സമ ആത്മവൽ, ചിത്തായിട്ട് കാണുന്നത് ജീവന്റെ ഉള്ളിലുള്ള ജീവാത്മാവില്ലേ ചിത്തായിട്ട് കാണുന്നത്, അത് ആത്മവൽ ആത്മാവായിട്ട് കാണുകൊണ്ടാണ് അങ്ങനെ തോന്നണത് എന്ന് അത് നമ്മൾ ചിന്തിച്ചുറപ്പിക്കണം. നഹി സത്യസ്യ നാനാത്വം അവിദ്വന്യതി മന്യതേ നാനാത്വം ഛിദ്രയോർയദ്വൽ ജ്യോതിഷോർവാദയോരിവാ. ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സത്യത്തിന് ജീവഭാവമെന്നോ അല്ലെങ്കിൽ ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ യഥാർത്ഥത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒന്ന് തന്നെയാണ്. ഈ നമ്മളുടെ ഓരോ ചിന്തകളെ കൊണ്ട് തോന്നുന്നത് മാത്രമേ ഉള്ളൂ. അതിനുള്ള 2-3 ഉദാഹരണങ്ങൾ പറയുകയാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം പരന്നിങ്ങനെ എല്ലാ ദിക്കിലും ഇരിക്കുകയാണ്. എന്നാലോ ഇതിന് പറയുക ഘടാകാശം, പടാകാശം. ഒരു ഘടം, ഒരു കുടത്തിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലുണ്ട് ആകാശം, പുറത്തും ആകാശമുണ്ട്. എന്നാൽ ആലോചിച്ച് നോക്കൂ, രണ്ടും ഒന്ന് തന്നെയാണ്. ആ കുടാണ് പൊട്ടിച്ച് കഴിഞ്ഞു വെച്ചാൽ ഉള്ളിലുള്ള ആകാശവും പുറത്തുള്ള ആകാശവും ചേർന്ന് ഒന്നായി തീരും. അപ്പോൾ ആകാശത്തിന് ഛിദ്രത്വമൊന്നും വന്നില്ല. നമ്മളുടെ സങ്കല്പം, കുടം എന്നുള്ള സങ്കല്പം ഇടയിൽ വരുകൊണ്ടാണ് നമുക്ക് രണ്ടായിട്ട് തോന്നുന്നത്. ഇതുമാതിരി തന്നെയാണ് ആ സൂര്യൻ. സൂര്യൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഒന്നേ ഉള്ളൂ, ആകാശത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സൂര്യൻ്റെ പ്രതിബിംബങ്ങൾ ജലത്തിലിങ്ങനെ കാണുന്ന സമയത്ത് പല പാത്രത്തിൽ കാണുമ്പോൾ ആ ജലങ്ങൾ ഇളകണ സമയത്ത് അതിൻ്റെ ഇളക്കവും ചലനങ്ങളും പലതായിട്ട് കാണലും ഇതൊക്കെ നമുക്ക് ആ ഉപാധികൾ കാരണം നമുക്ക് തോന്നണമെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ സത്യമായുള്ള സൂര്യൻ ഇന്ന് വേറിട്ടിട്ട് വേറെ നിൽക്കുന്നുണ്ട്. അതുമാതിരി കാറ്റ് എങ്ങനെയാണ്? കാറ്റ് പുറത്തുനിന്നില്ലേ വളരെ ശക്തിയോട് അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ കാറ്റ് തന്നെയാണ് ഓരോ ബ്രഹ്മാവ് തൊട്ട് ചെറിയൊരു അണുവിൻ്റെ ഉള്ളിലും പ്രാണനായിട്ട് അതിനൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ആ ഉപാധികളുടെ ഭാവത്തിനനുസരിച്ച് വേറെ നിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള ആത്മതത്വം ജീവാത്മാവായാലും പരമാത്മാവായാലും ജ്യോതിഷോർവാദയോരിവ നാനാത്വം ഛിദ്രയോ അതല്ലേ യഥാർത്ഥത്തിൽ സത്യമല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതങ്ങോട്ട് ഉറപ്പിക്കണം. യഥാഹിരണ്യം ബഹുധാ സമീയതേ നൃഭി ക്രിയാഭിർ വ്യവഹാരവർത്മസു നഹി സത്യസ്യ നാനാത്വം അവിദ്വാൻ യതി മന്യതേ നാനാത്വം ഛിദ്രയോർയദ്വൽ ജ്യോതിഷോർവാദയോരിവ. അതൊക്കെ വായിച്ചു. യഥാഹിരണ്യം ബഹുധാ സമീയതേ നൃവിക്രിയാഭിർ വ്യവഹാരവർത്മസു ഏവം വചോഭിർ ഭഗവാൻ അധോക്ഷജോ വ്യാഖ്യായതേ ലൗകിക വൈദികൈർജനൈ. ഇങ്ങനെ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പരബ്രഹ്മസ്വരൂപമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനെ പല രൂപത്തിൽ, ഭഗവാനെ പല രൂപത്തിൽ കാണുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഉദാഹരണം തന്നെയാണ് പറയുന്നത്. യഥാ ഹിരണ്യം ബഹുധാ സമീയതേ, സ്വർണം ഒന്നേ ഉള്ളൂ, അതിനെ പല രൂപത്തിൽ ഇതിലെ നെക്ലസ്സായിട്ടും മാലയായിട്ടും പല രീതിയിൽ അങ്ങനെ പല രൂപത്തിൽ വരുമ്പോഴാണ് പല നാമരൂപങ്ങൾ അതിന് കൊടുത്തുകൊണ്ട് നമ്മൾ ആ പല രീതിയിലുള്ള ആഭരണങ്ങളായിട്ട് പറയുന്നു. അതുമാതിരി ഏകമായിട്ടുള്ള ആ സത്യത്തിനെ നമ്മൾ എന്ത് പറയുന്നു? അധോക്ഷജനാണ്. ആ ഏവം വജോ ഭഗവാൻ അധോക്ഷജ, ഇന്ദ്രിയങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ആ ഭഗവാനെ എന്ത് ചെയ്യുന്നു? വ്യാഖ്യായതേ ലൗകിക വൈദികൈർജനൈ. ആ വേദങ്ങളെ കൊണ്ടും ലൗകികമായിട്ടുള്ള ഓരോ കഥകളെ കൊണ്ടും ഭഗവാനെ പല രീതിയിൽ ബഹുധാ വദന്തി, പല രീതിയിൽ ആൾക്കാർ വിദ്വാൻമാർ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള തത്വം ഒന്നാണ്. യഥാ ഘനോർക്ക പ്രഭവോർക്ക ദർശിതോ ഹ്യർക്കാംശഭൂതസ്യ ചക്ഷുരസ്തമ ഏവം ത്വഹം ബ്രഹ്മഗുണസ്തദീക്ഷിതോ ബ്രഹ്മാംശകസ്യാത്മന ആത്മബന്ധന. എന്നാൽ എങ്ങനെയാണ് എന്നിട്ട് ഇത് വരണത്? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യഥാ അർക്കപ്രഭവ അർക്കദർശിത ഘന അർക്കാംശഭൂതസ്യ ചക്ഷുഷ തമ. അതായത് യഥാർത്ഥത്തിൽ എന്താണ്? സൂര്യനെയാണ് വാസ്തവമായിട്ട് ഒന്നേ ഉള്ളൂ. ആ സൂര്യൻ നിന്നാണ് എന്തുണ്ടാവണത്? ഇതിൽ അർക്കപ്രഭവ മേഘങ്ങൾ ഉണ്ടാവണത്. ആ മേഘങ്ങൾ ഉണ്ടാവണം എങ്ങനെയാണ്? അർക്കദർശിത, അതായത് ആ മേഘങ്ങൾ എന്ത് ചെയ്യണു? നമ്മുടെ സൂര്യൻ്റെ തന്നെ ഒരു അതായിട്ടാണ് കണ്ണ്. ആ കണ്ണ് കൊണ്ട് സൂര്യൻ അത് മറയ്ക്കണത് ആരാണ്? ഈ മേഘങ്ങൾ. അതുമാതിരി ആ എന്തുണ്ടാവണു? ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ആ അഹങ്കാരം കാരണം യഥാർത്ഥത്തിലുള്ള ബ്രഹ്മസ്വരൂപം ആ മനസ്സിലാക്കാൻ കഴിയാണ്ട് ബ്രഹ്മത്തിൻ്റെ ഉപാധികളായിട്ടുണ്ടായിട്ടുള്ള ഈ അഹങ്കാരത്തിൽ നിന്നുണ്ടായിട്ടുള്ള തന്മാത്രകളും അതുമാതിരി ഇന്ദ്രിയങ്ങളും ആ മനസ്സും ഇതൊക്കെ കൂടിയുള്ള
വേണ്ടിയിട്ടുള്ളത് ആ ഇത് കാരണം യഥാർത്ഥത്തിലുള്ള ബ്രഹ്മത്തിനെ മറത്തി വെച്ചിരിക്കണമെന്ന് പറയുകയാണ്. ബ്രഹ്മാംശകസ്യ ആത്മന ആത്മബന്ധന. അതുമാതിരി ആ ആത്മസ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തിനെ മറച്ചുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ മറച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അത് ഇനി എങ്ങനെ ചെയ്യണം? ഘനോ യഥാർക്കപ്രഭവോ വിരീര്യതേ ചക്ഷുസ്വരൂപം രവിവീക്ഷതേ തഥാ യദഹ്യഹങ്കാര ഉപാധിരാത്മനോ ജിജ്ഞാസയാ നശ്യതി തർഹ്യനുസ്മരേൽ. അങ്ങനെ അറിയാനുള്ള ആഗ്രഹം, ആത്മാവിനെ അറിയണം എന്നുള്ള ആഗ്രഹം എന്ന് പ്രവർത്തിക്കുന്ന ആൾക്ക് ആ ജിജ്ഞാസയുള്ള സമയത്ത് എന്തുണ്ടാവും? ആ സൂര്യൻ്റെ പ്രകാശം യഥാർത്ഥത്തിൽ യഥാർക്കപ്രഭവോ ആ സൂര്യനായിട്ടുള്ള ഇതിൽ അതിന് അർക്കൻ്റെ ആ യഥാർത്ഥത്തിലുള്ള പ്രകാശം കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ എന്തുണ്ടാവും? ഈ മേഘങ്ങളെല്ലാം ഇല്ലാണ്ട് നശിച്ചു പോയിട്ട് ആ സൂര്യനെ അങ്ങനെ തെളിഞ്ഞു കാണാനും പറ്റും. അപ്പോൾ അതാണ് അതുമാതിരി ഈ അഹങ്കാരം, ഈ ആത്മാവിൽ നിന്നുണ്ടായിട്ടുള്ള ഈ അഹങ്കാരം എന്നുള്ള ഇതെല്ലാം മാറി പോയിട്ട് അവസാനം ആ ആത്മവസ്തു അങ്ങനെ തെളിഞ്ഞു കാണുകയും ചെയ്യുന്നുള്ളത്. അതെന്ത് വേണം? ഈ അഹങ്കാരനാശം ഉണ്ടാവുന്ന സമയത്താണ് ഇതുണ്ടാവുക. യദൈവമേതേന വിവേകഹേതിന മായാമയാഹങ്കരണാത്തബന്ധനം ചിത്വ അച്യുതാത്മാനുഭവോപതിഷ്ഠതേ തമാഹുരാത്യന്തികമംഗ സംപ്ലവം. ഇങ്ങനെ ആ നല്ല വിവേകം എന്നുള്ള ആൾക്കാർ എങ്ങനെയാണ് അവിദ്യാസ്വരൂപമായിട്ടുള്ള ഈ അഹങ്കാരം എന്നുള്ളതല്ലോ, അതാണ് ഈ ആത്മാവിന് ഉപാധിയായിട്ട് വർത്തിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ നമ്മൾ കാണാത്ത ആ ഉപാധിയെ ചിത്വ. അതെങ്ങനെയാണ്? അച്യുതാത്മാ അനുഭവ പരിപൂർണ ആത്മസാക്ഷാത്കാരത്തോട് കൂടിയനായിട്ട് എന്ത് ചെയ്യണം? എപ്പോൾ ഇരിക്കണോ ആ സമയത്തുണ്ടല്ലോ, അതായത് ഈ അഹങ്കാരം പോയി താൻ ഈ ശരീരമാണെന്നുള്ള ഭാവം ഇല്ലാണ്ട് എപ്പോൾ അറിവ് വന്നിട്ട് താൻ ആത്മാവ് തന്നെയാണെന്നുള്ള ബോധം വരുള്ളൂ. അതിനാണ് തമാഹുരാത്യന്തിക സംപ്ലവം. അതിനാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുക. പിന്നെ ജനനം വീണ്ടും ഇല്ല. അതുകൊണ്ടാണ് ആത്യന്തികമായിട്ടുള്ള പ്രളയം എന്നുള്ളത് പറയണത് എന്ന് പറയുകയാണ്. ഇപ്പോൾ 3 പ്രളയത്തിനെ പറ്റിയും പറഞ്ഞു. ഇനി 4ാമത്തെ ഒരു പ്രളയമുണ്ട്, നിത്യപ്രളയം. നിത്യതാ സർവഭൂതാനം ബ്രഹ്മാദീനം പരന്തപ ഉൽപ്പത്തി പ്രളയാവേഗേ സൂക്ഷ്മജ്ഞാ സംപ്രചക്ഷതേ. ഇനി ബ്രഹ്മാവ് തൊട്ട് സർവഭൂതങ്ങൾക്കുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞത് ജനനവും മരണവും അത് സൂക്ഷ്മജ്ഞന്മാർക്ക് മാത്രമേ അറിയൂ എന്ന് പറയുകയാണ്. അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലസ്രോതോജവേനാശു ഹ്രിയമാണസ്യ നിത്യത പരിണാമിനാമവസ്ഥാസ്ത ജന്മപ്രളയഹേതവാ. ആ കാലത്തിൻ്റെ ആ ഒഴുക്കിലങ്ങനെ പെട്ടിട്ട് നിത്യവും പുതിയതായിട്ടുള്ള അണുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, നശിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ അവസ്ഥകളുണ്ട്. ഇതിനെയാണ് നിത്യപ്രളയം എന്ന് പറയുകയാണ്. അതിപ്പോൾ ഉദാഹരിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ജന്മത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അടുത്ത് നോക്കിയാൽ മതി. യഥാർത്ഥത്തിൽ കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ വളർന്ന് വലുതായിട്ട് അവസാനത്ത് നശിച്ചു പോകുന്നു ശരീരം. ആ ശരീരത്തിൽ എങ്ങനെയെന്ന് വെച്ച് ആലോചിച്ച് നോക്കൂ. ദിവസവും പുതിയ സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയത് നശിച്ചുകൊണ്ടിരുന്ന നഖം, രോമം, ഇതൊക്കെ നോക്കിയറിയാം. ദിവസവും രോമം ഇങ്ങനെ വളരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ മുറിച്ച് കളയും, വീണ്ടും രോമം ഉണ്ടാവും. നഖം അത് തന്നെയാണ്. അതുമാതിരി ശരീരത്തിലും അതെ. ശരീരത്തിലെ ഓരോ കോശങ്ങളും പുതിയതുണ്ടാവണു, പഴയത് നശിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നിത്യം ജന്മമുണ്ട്, പ്രളയം, മരണമുണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭാവത്തിൽ. അതാണ് സൂക്ഷ്മജ്ഞ എന്ന് നേരത്തെ പറഞ്ഞത്. പരിണാമം ബാധിച്ചുകൊണ്ടേയിരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിലായാലും അതെ. അല്ലാതെ ഇപ്പോൾ പുഴ, നദി ഇങ്ങനെ ഒഴുകിക്കണം. ഇപ്പോൾ ഭാരതപ്പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പക്ഷെ അവിടെ അന്ന് എത്ര വർഷങ്ങളായി ഒഴുകാൻ തുടങ്ങിയിട്ട് അന്ന് ഓരോ നിമിഷത്തിലും മാറുന്ന ജലം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കേണ്ട, വേറെ ജലം വേർതിക്കുന്നു വരും, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പുഴ ഇങ്ങനെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ജലം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് നിത്യപ്രളയം. അതുമാതിരി ഒരു അഗ്നിജ്വാല നോക്കിയാൽ മതി. തീ അങ്ങോട്ട് കത്തിച്ചാൽ തീയിൻ്റെ ജ്വാലകളിങ്ങനെ മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ തീ കത്തുന്നത് മാത്രമേ കാണൂ. ഇതുമാതിരി ആ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ആ നിത്യവും ജന്മവും പ്രളയവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതെന്ന് പറയുകയാണ്. അനാദ്യന്തവതാനേന കാലേനീശ്വരമൂർത്തിന അവസ്ഥാനേവ ദൃശ്യന്തേ യതി ജ്യോതിഷാമിവ. ഇങ്ങനെ ഈ പ്രദക്ഷിണം ഇങ്ങനെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ആ ഒന്നിച്ച് കണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ മാറില്ല എന്ന് കാരണം മാത്രമേ ഉള്ളൂ. കാരണം ഈശ്വരമൂർത്തിന കാലേന ഭഗവാന്റെ കാലത്തിൽ ഭാവിക്കുന്ന അവസ്ഥകളാണെന്ന് മനസ്സുകൊണ്ട് ആ പരിപൂർണമായിട്ടുള്ള തത്വം ഇത് മുഴുവൻ കണ്ടു മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ നിമിതി സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ നിത്യപ്രളയം ഉണ്ടാവുന്നുണ്ട്. നിത്യോ നൈമിത്തികശ്ചൈവ തഥാ പ്രാകൃതികോലയ
ആത്യന്തികശ്ചക്കതിത കാലസ്യ ഗതിരീദൃശി. ഇങ്ങനെ ഈ കാലത്തിൻ്റെ ഗതികളായിട്ട് നിത്യം, നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം എന്ന് പറഞ്ഞുള്ള 4 പ്രളയങ്ങളിൽ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നു. ഇതാണ് കാലത്തിൻ്റെ ഗതി എന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് ഒന്നും കൂടി ആലോചിക്കണം. ഈ പ്രളയങ്ങളുണ്ടല്ലോ, ഇത് വ്യക്തി ശരീരത്തിലുണ്ട്, സമഷ്ടി ശരീരത്തിലുണ്ട്. വ്യക്തി ശരീരത്തിൽ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ പകല് മുഴുവൻ പണിയൊക്കെ എടുത്ത് രാത്രി ഉറങ്ങാൻ പോയി എന്താണ് നമ്മുടെ ബുദ്ധി എല്ലാം ചെന്നില്ലേ ആത്മാവിലേക്ക് യഥാർത്ഥത്തിൽ ഉറങ്ങണ സമയത്ത് ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നൈമിത്തിക പ്രളയമാണ്. അതുമാതിരി ഈ ശരീരം നമ്മൾ ത്യജിക്കുന്ന സമയത്ത് പിന്നെ ആ ജീവൻ വേറൊരു ശരീരത്തിൽ പോകുമായിരിക്കാം. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രാകൃതിക പ്രളയമാണ്. ഇതിനും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെയോ ആത്യന്തിക ജ്ഞാനം. ഈ ആത്യന്തിക പ്രളയം എന്നുള്ളത് വ്യക്തിക്കും സമഷ്ടിക്കും ഒന്നാണ്. വ്യക്തിയെ സംബന്ധിച്ചും ഇതിനും യഥാർത്ഥത്തിലുള്ള പരിപൂർണ ജ്ഞാനം വന്നു കഴിഞ്ഞു, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, മറ്റേതുമില്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാലോ പിന്നെ വ്യക്തിക്ക് പിന്നെ ജനനമില്ല, മരണമില്ല, പിന്നെ പ്രളയമില്ല. അതുകൊണ്ട് ആത്യന്തിക പ്രളയം വ്യക്തിക്കും അതെ, ആ വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിനും ആത്യന്തികമായിട്ട് പിന്നെ ജനനമില്ല, മരണമില്ല. പിന്നെ നിത്യപ്രളയവും ദൈവമാരി പറഞ്ഞു, പ്രപഞ്ചത്തിലെ വസ്തുക്കളും മാറിക്കൊണ്ടിരിക്കേണ്ട, നമ്മുടെ ശരീരത്തിലുള്ള വസ്തുക്കളും നിത്യപ്രളയവും വ്യക്തിക്കുമുണ്ട്, പ്രപഞ്ചത്തിനുമുണ്ട്, സമഷ്ടിക്കുമുണ്ട്. ഇങ്ങനെ 4 പ്രളയങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. ഏതാ കുരുശ്രേഷ്ഠ ജഗൽ വിധാതു നാരായണസ്യാഖില സത്വധാംന ലീലാകഥസ്തേ കഥിതാ സമാസദാ കാൽസ്നേന നാജോപ്യജ അഭിധാതുമീശ. കുരുശ്രേഷ്ഠ എന്നാ വിളിക്കണേ. ഈ ജഗത്തിൻ്റെ നിർമ്മാതാവായിട്ടുള്ള അതുമാതിരി എല്ലാ ജീവൻ വസ്തുക്കളുടെയും പരമതത്വമായി നിദാനമായിരിക്കുന്ന ആ സാക്ഷാൽ നാരായണൻ്റെ ഈ കഥകളെ ലീലാ സ്വരൂപങ്ങളായിട്ടുള്ള കഥകളുണ്ടല്ലോ, ഞാൻ അങ്ങയോട് തേ സമാസത കഥിത അങ്ങയ്ക്ക് ചുരുക്കി ഞാൻ പറയപ്പെട്ടു എന്ന് പറയുകയാണ്. വിസ്തരിച്ചിട്ട് പറയാൻ അഭിധാതും അജ അഭി ഈശ സാക്ഷാൽ ബ്രഹ്മാവിന് കൂടി ഇതിനേക്കാൾ വിസ്തരിച്ച് പറയാൻ അദ്ദേഹത്തിന് കൂടി കഴിയില്ല എന്ന് പറയുകയാണ്. ഞാൻ അങ്ങനെ ചുരുക്കി അങ്ങയ്ക്ക് ഭഗവാന്റെ മഹത്വത്തിലുള്ള ആ ലീലാമഹത്വം അങ്ങയ്ക്ക് പറഞ്ഞു തന്നു. പിന്നെയോ സംസാരസിന്ധും അതിദുസ്തരമുത്തിരീർഷോ നാന്യപ്ലവോ ഭഗവത പുരുഷോത്തമസ്യ ലീലാകഥാരസനിഷേവണമന്തരേണ പുംസോഭവേൽ വിവിധ ദുഃഖദവാർദ്ധിതസ്യ. ഇനി ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് സംസാര സിന്ധും? സംസാരമാകുന്ന ഈ സമുദ്രം അതെങ്ങനെയാണ്? അതിദുസ്തരം, കടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. അതിനെ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? നാന്യപ്ലവോ, അവർക്ക് ആ കടക്കാനുള്ള തോണി വേറെ ഇല്ല എന്ന് പറയുകയാണ്. എന്താണ്? ഭഗവത പുരുഷോത്തമസ്യ ലീലാകഥ രസനിഷേവണമന്തരേണ. അതില്ലേ എന്താണ്? പുരുഷോത്തമനായിട്ടുള്ള ഭഗവാന്റെ ആ ലീലാകഥകളുടെ രസത്തെ സേവിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ മാർഗം ഒന്നുമില്ല. ഈ തരണം ചെയ്യാന്ന് പറയാണ്. ഈ സംസാരത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്? പുംസോപവേൽ വിവിധ ദുഃഖദവാർദ്ധിതസ്യ. ഈ സംസാരത്തിലുള്ള ബുദ്ധിമുട്ട് എന്താണ്? അനവധി തരത്തിലുള്ള പലതരത്തിലുള്ള കാട്ടുതീനായി പീഡിപ്പിക്കപ്പെടുന്ന ആളാണ് ഈ സംസാരം. സമുദ്രവും കാടും ഒക്കെ ഒരു മതത്തിനാകെ ബുദ്ധിമുട്ടുകളുമായാണ്. ഇതിന് വളരെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ. അതിനെ തരണം ചെയ്യാൻ ആഗ്രഹം വെച്ചാലോ ഒരേ ഒരു മാർഗം എന്താ ഉള്ളൂ? ആ ഭഗവാന്റെ ലീലാകഥകൾ അങ്ങനെ കേട്ട് മനസ്സിൽ ചെയ്തുകൊണ്ട് ആ തോണിയെ എടുത്തുകൊണ്ട് ആ നിഷ്പ്രയാസം ഇതിനെ തരണം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് പരീക്ഷത്തിന്. ഏകദേശം ആ ഉപദേശത്തിൻ്റെ അവസാനമായി ഇപ്പോൾ ഇവിടെ കേട്ടോ. പുരാണ സംഹിതാമേതം ഋഷിർനാരായണോ വ്യയ നാരദായ പുരാപ്രാഹ കൃഷ്ണദ്വൈപായനായ സവൈ മഹ്യം മഹാരാജ ഭഗവൻ ബാദരായണ ഇമാം ഭാഗവതിം പ്രീത സംഹിതം വേദ സംഹിതം. ഈ മഹത്തായിട്ടുള്ള ഈ പുരാണത്തിനെ അവ്യയനായിട്ടുള്ള സാക്ഷാൽ നാരായണ മഹർഷിയാണ് നാരദ മഹർഷിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തത്. ആ നാരദ മഹർഷി എന്ത് ചെയ്തു? കൃഷ്ണതിൽ വ്യാസമഹർഷിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. ആ വ്യാസമഹർഷി ബാദരായണ എനിക്ക് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ്? ആ സന്തുഷ്ടനായിട്ട് വേദസംഹിതം, വേദത്തിന് തുല്യമായിട്ടുള്ള ഈ ഭാഗവതി ഭഗവാനെ സംബന്ധിച്ചുള്ള ഈ കഥ ഉണ്ടല്ലോ, ആ സംഹിതയെ ആ മുമ്പ് എനിക്ക് പറഞ്ഞു എന്ന് പറയുകയാണ്. ഏതം വക്ഷ്യത്യസൗ സൂത ഋഷിഭ്യോ നൈമിഷാലയേ ദീർഘസത്രേ കുരുശ്രേഷ്ഠ സംപൃഷ്ട ശൗനകാദിവി. ഇതേ കഥ തന്നെ ഇതാ ഇവിടെ സദസ്സിലിരിക്കുന്നുണ്ട്. സൂതൻ
അസൗ സൂത എന്നാ പറയണത്. അദ്ദേഹം എന്ത് ചെയ്യണം, ഇതാ ഇവിടെ ഈ പിന്നീട് ശൗനകാദി മഹർഷിമാരാൽ വേണ്ട രീതിയിൽ ചോദിക്കപ്പെടുന്ന സമയത്ത് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ആ ദീർഘസത്രത്തിൽ ശൗനകാദി മഹർഷിമാർക്ക് അദ്ദേഹം ഈ ഭാഗവത സംഹിത ആ ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എന്ന് പറയുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ ദ്വാദശസ്കന്ധേ ആശ്രയ നിരൂപണേ പ്രളയ നിരൂപണം നാമ ചതുർത്ഥോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.